ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല, തുടങ്ങിയപ്പോൾ വലിയ ബോധറേഷൻ ഇല്ല, ഒരു സിനിമ അഭിനയിക്കുന്നു, നെക്സ്റ്റ് എന്താന്ന് പോലും ചിന്തിക്കുന്നില്ല. പക്ഷെ പിന്നെ അതിറങ്ങി പ്രേക്ഷകർ അംഗീകരിച്ചപ്പം പരിപാടി കൊള്ളാലോ, പിന്നെ ഇതൊന്ന് നമ്മൾ സിനിമ കാണാൻ തുടങ്ങി, ഇത് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പം സിനിമ ഇല്ല. അപ്പോൾ ജോഷി സാർ അപ്പോൾ നമുക്ക് സെവൻസ് വിളിച്ച് തന്നിരുന്നു. അത് നീണ്ട് ഒരു വർഷമായി ഷൂട്ട് തുടങ്ങാൻ, 1 വർഷം ഗ്യാപ്പ്, ആരും വിളിക്കണില്ല. അപ്പോൾ നമ്മൾ അടുത്ത പാഠം പഠിച്ചു. സിനിമയ്ക്ക് നമ്മളൊന്നും വേണ്ട. മമ്മൂക്കായുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്, സിനിമയ്ക്ക് ആരെയും വേണ്ട, നമ്മൾ പോയി ചോദിക്കുക. അങ്ങനെ നമ്മൾ ചോദിക്കാൻ തുടങ്ങി, ഞാൻ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് മലയാള ഇൻഡസ്ട്രിയിൽ ഞാൻ ആരാധിച്ചിട്ടുള്ള എല്ലാ സംവിധായകരോടും ഞാൻ പലതവണ ചാൻസുകൾ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ മാന്യമായും നമ്മളെ ഈ പറഞ്ഞ കൺസിഡർ ചെയ്തിട്ടുമുണ്ട്. വന്നില്ലെന്ന് സെക്കൻഡറിയാണ്, പക്ഷേ അവരത് കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. വളരെ താങ്ക്ഫുള്ളാണ് എല്ലാ ഡയറക്ടേഴ്സിനോട് ആ കാര്യത്തിൽ. കാര്യം ആരും മുഖം കറുത്ത്, തീർച്ചയായിട്ടും അവർക്കൊക്കെ എത്രയോ കാര്യങ്ങൾ ചിന്തിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പോലെ ഒരു സിനിമ അഭിനയിച്ചിട്ട് വന്നിട്ട് സാറേ ഒരു ഇന്ന പോലൊന്നും നമ്മളെയും കൂടെ ചിന്തിക്കണം എന്ന് പറയുമ്പം ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവാം. പക്ഷെ അവരൊക്കെ ഹാപ്പി ആയിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിൽ സീനിയേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ വന്നിട്ട് സിനിമകൾ കിട്ടി. ഞാൻ പറഞ്ഞ കഴിഞ്ഞൊരു വർഷം 2013 എന്ന് പറഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ സിനിമകൾ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത അത്രയും സിനിമ ചെയ്തിരുന്നു. അപ്പം അത് പ്രേക്ഷകർക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്കറിയില്ല. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സിനിമ അഭിനയിക്കുമായിരുന്നു. അത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ചെയ്യുമ്പം അത് മോശം എന്നാരെയും പറയിപ്പിക്കാതിരിക്കുക. നല്ലതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇടിവെട്ടെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബോണസാണ്, സന്തോഷമാണ്. പക്ഷേ അതേ ഉള്ളൂ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എനിക്ക് പ്രേക്ഷകർ തന്നെ സപ്പോർട്ടിന് തിരിച്ചിപ്പോൾ നമുക്ക് ജിലേബിയോ ലഡുവോ മുട്ടായോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ആകെയുള്ളതാണ് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസിനോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത്, നിങ്ങളെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കുന്ന സിനിമകളിൽ ഞാൻ ഭാഗമാവാതിരിക്കാൻ 100% ശ്രമിക്കാം. ബാക്കി നല്ലതാവുമോ ചീത്തയാവുന്നൊക്കെ സിനിമ ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് എലമെൻസിൻ്റെ കയ്യിലാണ്. അപ്പോൾ മോശം നമുക്ക് തീർച്ചയായിട്ടും കൊള്ളൂല എന്ന് പറയാൻ, പ്രത്യേകിച്ചും മലയാളിയായി എനിക്ക് എല്ലാവർക്കും നമുക്ക് കഴിവില്ലേ, മോശം പറയാൻ എപ്പോഴും എളുപ്പമാണല്ലോ. അപ്പം അതാണ് എനിക്ക് ഏക ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ പ്രേക്ഷകരോടുള്ളത്. മലയാളം നമ്മുടെ കേരളത്തിൻ്റേതായ ഒരു സംസ്കാരം, കേരളത്തിൻ്റെതായ ഒരു പെരുമാറ്റം തന്നെ ഉണ്ടല്ലേ. മലയാളികൾക്കൊരു അവരുടേതായ ഒരു പെരുമാറ്റം തന്നെ ഇല്ലേ. നമ്മളെത്ര അഡ്വാൻസ്ഡ് ചിന്താരീതികൾ വന്നാലും ഇന്നും ചെമ്മീൻ സിനിമ വളരെ വളരെ വലിയൊരു അത്ഭുതവും അല്ലെങ്കിൽ ഒരുപാട് നമ്മളുടെയൊക്കെ മോറൽസ് അതിൽ ഉണ്ട്. നമ്മൾ ആ സിനിമയെ അങ്ങനെയാണ് കാണുന്നത്. എന്തുകൊണ്ട് ആ സിനിമ അത്ര വലിയ വിജയമായി നമ്മൾ നോക്കുമ്പം മലയാളികളുടെ ഉള്ളിൽ അവർ തന്നെ തളച്ചിട്ടേക്കുന്ന കുറേ സെറ്റ് ഓഫ് മോറൽസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ അത് തെറ്റാണ് അവന്. അത് നമ്മളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ, നമ്മളുടെ പാരമ്പര്യം, നമ്മളുടെ നാടിൻ്റെ പാരമ്പര്യമാണത്. അപ്പോൾ അത് നമ്മൾ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ പാശ്ചാത്യ കൾച്ചറിനൊക്കെ വെച്ചിട്ട് നമ്മൾ അതേപോലെ ആവാൻ ശ്രമിക്കുന്നതിൽ തെറ്റുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സിനിമകൾ, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഞാൻ പറയണ്ട, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യും. ഞാൻ പറയുന്നത് നമ്മൾ തെറ്റായി ധരിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാക്സിമം അവോയ്ഡ് നിൽക്കും. പക്ഷേ ആ ഫ്ലേവറുള്ള സിനിമകളിൽ ഭാഗമാവും നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഞാൻ പറയണേ. കാര്യം അത് നമ്മുടെ ജോലിയാണ്, നമ്മൾ എന്താണ് ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് അത് റിലേറ്റ് ചെയ്യാൻ ഒരു പരിധിക്കുള്ളിൽ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ രീതി അല്ലത്, നമ്മളുടെ കൾച്ചർ അല്ലത്. എന്തുകൊണ്ട് എൻ്റെ കസിൻസ് എത്രയോ പേർ UK-ലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എത്രയോ പേരെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള നമ്മളുടെ ഫാമിലിയിലുള്ളവർ മക്കൾക്ക് 12-13 വയസ്സാകുമ്പോൾ എന്തുകൊണ്ട് തിരിച്ച് കേരളത്തിൽ വരുന്നു പഠിപ്പിക്കാൻ? അവിടെ വേറൊരു സിസ്റ്റം അല്ലേ. അപ്പം ആ സിസ്റ്റം ഇവർക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ ബേസിക്കലി മലയാളികളായത് കൊണ്ട് നമുക്ക് നമ്മളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ ഈ പറയുന്ന മോറൽ സൈഡുകളുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നത് 1-2 ഒക്കെ നമുക്ക് എക്സ്പെരിമെൻ്റൽ സിനിമ എന്ന് വിളിക്കാം, കാണാൻ ഒരു രസം ഉണ്ടാകും. പക്ഷേ നമ്മളെപ്പോഴും ഈ വെറൈറ്റി ഫുഡ് കഴിക്കുമോ, ചോറ് തന്നെയല്ലേ നമ്മൾ കൂടുതലും കഴിക്കണത്. അപ്പം ഇടയ്ക്ക് നമ്മൾ ഒരെണ്ണമൊക്കെ വരുമ്പോൾ രസമുണ്ട്. അടുപ്പിച്ച് നമുക്ക് ഈ പറയുന്ന വെറൈറ്റി ഫുഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മൾക്ക്. അപ്പം പ്രേക്ഷകർക്ക് ഇന്നും തമാശ, ഒന്നിച്ചിരിക്കുക, ചെറിയ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, നല്ലൊരു ഗാനം, അതും നല്ലൊരു വിഷ്വലി ഇത് ബേസിക് കാര്യങ്ങൾ മതി അവർക്ക്. അത് കൊടുക്കാൻ ഇപ്പോൾ വീണ്ടും നമ്മളുടെ സംവിധായകർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഇറങ്ങിയ ദൃശ്യം.
1983, ഓം ശാന്തി ഓശാന, ഈ സിനിമകളിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മലയാളം സിനിമകളാണ്, നമ്മളുടെ മലയാളം സിനിമകളാണ്. അതിൽ ഗ്രാമമുണ്ട്, അതിൽ പച്ചപ്പുണ്ട്, അതിൽ മലയാളി പേരുകളുണ്ട്, അതിൽ സംസാരം മലയാളമാണ്, അതിൽ തെറിവിളിയില്ല, അതിൽ ക്ലീനാണ്, ജെനുവിൻ ഹ്യൂമറുണ്ട്, നല്ല ഗാനങ്ങളുണ്ട്. ഇത് തന്നെയാണ് 1985കളിലും നമ്മുടെ ഇവിടെ ഓടിയ സിനിമകൾ. അപ്പം നമ്മളുടെ മനസ്സ് മാറണില്ല. എനിക്കൊന്ന് മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂവിലാന്ന് തോന്നുന്നു അദ്ദേഹം ലക്ഷറിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ലക്ഷറിയസ് ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ മാറ്റിയിട്ടുണ്ടാവും. അപ്പം അന്ന് ടെലിഫോൺ ഉപയോഗിച്ചിരുന്നവർ ഇന്ന് മൊബൈൽ ഫോണായി. അതുകൊണ്ട് നമ്മളുടെ മനസ്സ് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ മാറണില്ല, നമ്മുടെ ഫെസിലിറ്റീസ് മാറിയിട്ടുണ്ടാവാം. അത് തന്നെയാണ് സിനിമയെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു തോന്നൽ. അത് തെറ്റ് അല്ല എന്നാണ് ഇവിടെ ഓടുന്ന സിനിമകൾ തെളിയിക്കുന്നത്. ഇടയ്ക്ക് 1-2 സിനിമകൾ, ഇപ്പം തീർച്ചയായിട്ടും ഹണീബി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ ഒരുപാട് ചിരിപ്പിച്ചൊരു സിനിമയാണ്. പക്ഷേ ഒരുപാട് ഈ പറയുന്ന പോലെ ക്രിറ്റിസിസം അതിനൊപ്പം തന്നെ ഹണീബി ഏറ്റു വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തൊരു കിളി പോയി പോലും അതൊക്കെ ഇടയ്ക്ക് വരാം. പക്ഷെ ഒരുപാടാവുമ്പം നമുക്ക് എന്തും ഈ നമ്മളുടെ നാടിനൊരു സംസ്കാരമുണ്ട്, അതിനൊരു രീതിയുണ്ട്, അവിടെ കുറേ ആചാരങ്ങളുണ്ട്. അത് നൂറ്റാണ്ടുകളിൽ നിന്ന് ഫോളോ ചെയ്ത് വരണതാണ്. അത് നമ്മളായിട്ട് ഒരു ദിവസം ബ്രേക്ക് ചെയ്ത് കളയാൻ നമ്മളാളല്ല. അത് എന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ഒരുപാടുണ്ട്. ജിബു ജേക്കബ് എന്ന് പറയുന്ന ക്യാമറാമാനായ ജിബു ജേക്കബ് ഏട്ടൻ ചെയ്യുന്ന ബിജു മേനോൻ ചേട്ടൻ ഒരുപാട് നാൾക്ക് ശേഷം ലീഡ് ക്യാരക്ടറാണ്. വെള്ളി മൂങ്ങ എന്നാണ് പേരിട്ടേക്കുന്നത്. അതിലൊരു രാഷ്ട്രീയക്കാരൻ്റെ വേഷമാണ് ബിജു ഏട്ടൻ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ബാക്ക് ഡ്രോപ്പിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ CP മാമച്ചൻ എന്ന് പറയുന്ന ബുദ്ധിമാനായ, എനിക്ക് CP മാമച്ചനെ, ഞാൻ ഒരു CP മാമച്ചൻ ആരാധകനായി മാറി. സിനിമ കണ്ടും പ്രേക്ഷകരും അങ്ങനെ ആവട്ടെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഷൂട്ട്. ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യം പോയ സിനിമ അതാണ്. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകയാണ്. എനിക്കൊന്ന് എന്നേക്കാളും തിയേറ്ററിൽ പോയി സിനിമ ഉണ്ടാക്കുന്നത് വൈഫായിരിക്കണം. കാര്യം ചെറുപ്പം തൊട്ടേ ഞാൻ തിയേറ്ററിൽ, ഞാൻ ബോർഡിങ്ങിലൊക്കെ ആയിരുന്നുകൊണ്ട് മാസത്തിലൊരു ഷോയെ നമുക്ക് പറ്റുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും ഫാദറിൻ്റെ കൂടെ പോയി ഫസ്റ്റ് ഷോ കാണുന്ന ആളായിരുന്നു. കോളേജിൽ പോയപ്പോൾ വെള്ളിയാഴ്ചകൾ ക്ലാസ്സിൽ കയറാത്ത ആളായിരുന്നു. ശ്രീധറിൽ അല്ലെങ്കിൽ ഈ സെൻറ്റ് തെരേസയിൽ പഠിച്ചുകൊണ്ട് പത്മയിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കറക്റ്റ് ഫ്രൈഡേ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം എന്നേക്കാളും കൂടുതൽ തിയേറ്റർ സിനിമ ഉണ്ടാക്കുന്ന വൈഫാണ്. അപ്പം ഈ മേഖലയെ അറിയാവുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ്, ഇപ്പോൾ നമുക്ക് എത്താൻ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ ഏതൊരു വ്യക്തിയെ പോലെ തന്നെ എന്താ വിളിക്കാന്നുള്ള ചോദ്യം ചോദിക്കും, മനുഷ്യനാണല്ലോ. അപ്പം ഞാൻ ഹാപ്പിയാണ്. ഈ പറയുന്ന എൻ്റെ പ്രൊഫഷൻ മനസ്സിലാക്കുന്ന ആൾ തന്നെയാണ് ഇതുവരെ. നാളത്തെ കാര്യം എനിക്കറിയത്തില്ല. വളരെ ചുരുങ്ങിയ കാലയളവേ ഉള്ളൂ. പ്രത്യേകിച്ച് പഠിത്തം, ആക്ടിങ്ങിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ബാക്കി സമയത്തത്തെ അത് സ്കൂളിൽ പഠിക്കുമ്പോഴും നിർബന്ധമുള്ളൊരു കാര്യമാണ്. വേറെ പ്രത്യേകിച്ച് ഒറ്റ നിർബന്ധങ്ങളും ഇല്ല. സമയത്തെത്തണം എന്നുള്ളത് മാത്രമാണ് അത്യാവശ്യം കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യം. അത് ഒരു 80-90% കീപ്പ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. സീനിയേഴ്സ് തന്നെയാണ് എന്നെക്കൊള്ളൊരു കാരണങ്ങൾ. ഇവിടെ വന്നും ബാക്കി ഈ ഒരു ഗെയിം നാളെ ഉണ്ടാവില്ല, നമ്മൾ അടുത്ത പണിക്ക് പോകും. അപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. നമുക്കറിയത്തില്ല, സിനിമ ആയതുകൊണ്ടും ഇത് അത്രയും അൺസർട്ടണിറ്റി ഒരു പ്രൊഫഷൻ ആയതുകൊണ്ടും. പക്ഷെ ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും ഇത്ര സപ്പോർട്ടിനും ഈശ്വരനോടും ഫാമിലിയോടും നമ്മളുടെ പ്രേക്ഷകരോടും എന്നും കടപ്പെട്ടിരിക്കുകയാണ്. അത് കാര്യം എല്ലാവർക്കും കിട്ടണം അല്ലാത്തത് കൊണ്ടും നമുക്ക് തരാൻ ഇവർ മനസ്സ് കാണിച്ചത് കൊണ്ടും നാളെ കാണിച്ചാൽ നമുക്ക് സന്തോഷം. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകൾ ആയിട്ട് വരാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും.